ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ബേക്കേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ചെങ്കിലും വിപ്പിംഗ് ക്രീം ബാക്കിയില്ലാതിരിക്കില്ല. അങ്ങനെ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാൻ പറ്റിയിട്ടുള്ള ഓറിയോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പീസസ് ഉണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് നമുക്ക് പൗഡേർഡ് ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഐസ്ക്രീമിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കൂടിയും 2-3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ തണുത്ത് ഐസ്ക്രീം കഴിക്കുന്ന ടൈമിൽ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഒരുപാട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ബീറ്റിങ് ഞാനിവിടെ നിർത്തി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പീസസ് ആക്കി വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ് ബൗൾ എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ആക്കി എടുക്കുക. അപ്പോൾ ഒരു ഓവർനൈറ്റിന് ശേഷം ഐസ്ക്രീം ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഓറിയോ ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ഓറിയോ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐസ്ക്രീം ഉണ്ടോ ഓറിയോ ഐസ്ക്രീം. ഈ ഓറിയോ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഓറിയോ പീസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഈ ഓറിയോ പീസസ് കടിക്കാൻ കിട്ടുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി തന്നെയായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല ഇതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റിന് പകരം നമുക്ക് സീസൺ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു വിപ്പ് ക്രീം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഐസ്ക്രീംസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.